ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് തിരുവചനത്തിന് മുമ്പിൽ ഇരുപ്പാൻ ദൈവം തന്ന സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം നമുക്ക് വായിക്കാം. ആകയാൽ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും നീ പ്രമാണിച്ച് നടക്കണം. നിങ്ങൾ ഈ വിധികൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദയയും നിനക്കായി പാലിക്കും. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞു എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും. നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ നാം എന്തെല്ലാം ചെയ്യണം? ദൈവം കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകളും ചട്ടങ്ങളും വിധികളും എല്ലാം നാം പ്രമാണിച്ച് നടക്കണം, കേട്ട് അനുസരിക്കണം. എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ച് അഭിവൃദ്ധി തരും, വർദ്ധിപ്പിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം പിടിച്ചുപറ്റി ദൈവത്തിൽ നിന്ന് വർധനവ് പ്രാപിക്കാൻ, എല്ലാ വഴികളിലും വർധനവ് പ്രാപിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.